ബിനീഷ് കോടിയേരിയെ കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തി. എ സുരേഷിനെ പോലെയുള്ള VSന്റെ സന്തത സഹചരിയായി കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തി. അങ്ങനെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കളെയും വിഭാഗീയത കൃത്യമായി പറഞ്ഞാൽ അത് തുറന്നു പറയുന്ന നേതാക്കളൊക്കെ തന്നെയും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയാണ്. ഇതെന്താണ് ഈ പാർട്ടിയിൽ സംഭവിക്കുന്നത്? ഇതൊരു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമായി, പലപ്പോഴും ധാർഷ്ട്യത്തിൻ്റെ പേരിലെടുക്കുന്ന തീരുമാനമായി, പലപ്പോഴും ഒരു ഒഫൻഡഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു തീരുമാനമായിട്ടൊക്കെ തന്നെയും CPM പാർട്ടി പോവുകയാണോ എന്നുള്ള ചോദ്യമാണ്. അത് അഖിലേന്ത്യാ തലം വരെ അങ്ങനെ ആയി പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ചോദ്യം. അല്ല, നിങ്ങൾ ചോദിച്ച പ്രസക്തമായ ചോദ്യമാണ്. ഏകപക്ഷീയമായ സ്വേച്ഛാധിപത്യപരമായ ഏകാധിപത്യപരമായ തീരുമാനങ്ങളാണ് പാർട്ടിയിൽ കുറെ കാലമായി വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലത്തെ പാർട്ടിയുടെ ചരിത്രം ആലോചിച്ചാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോൾ ചർച്ചയുണ്ടാവാറില്ല. 2 ദിവസം ഷെഡ്യൂൾ ചെയ്ത് തീരുമാനിച്ച സംസ്ഥാന കമ്മിറ്റി 1 ദിവസം കൊണ്ട് പിരിയാണ്. ചർച്ച ചെയ്യാൻ ആളില്ല, വിമർശിക്കാൻ ആളില്ല, സ്വയം വിമർശനം നടത്താൻ ആളില്ല. പാർട്ടിയിൽ എപ്പോഴും ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ സംഘടനാ സൗന്ദര്യം എന്ന് പറയുന്നത് വിമർശനവും സ്വയം വിമർശനവും. വിമർശനം ഉന്നയിക്കുക മാത്രമല്ല, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാനത് കമ്മിറ്റി പറയുക. തുറന്നു പറച്ചിലാണ്. ഈ തുറന്നു പറച്ചിൽ ഇല്ലാതായിട്ട് വർഷങ്ങളായി ഈ പാർട്ടി ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പോയി ജനങ്ങളിൽ നിന്ന് അകന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ബിനീഷിൻ്റെ പോലും മെമ്പർഷിപ്പ്, എന്തുകൊണ്ട് ബിനീഷ് മെമ്പർഷിപ്പ് കൊടുത്തില്ല കുറേ കാലം? അദ്ദേഹം ചെയ്ത തെറ്റെന്താ? അതുപോലെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് 12 വർഷത്തിലേറെ മുമ്പാണ് പുറത്താക്കിയത്. 3-4 അപ്പീൽ ഞാൻ കൊടുത്തു, എടുത്തിട്ടും തിരിച്ചെടുത്തില്ല. കാരണം എനിക്കറിയില്ല, ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത്. അപ്പം തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി നിങ്ങളെപ്പോലുള്ള പത്രക്കാരെ എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ 3-4 അപ്പീൽ അദ്ദേഹം തന്നല്ലോ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചെടുത്തില്ല, അദ്ദേഹത്തിൻ്റെ അയോഗ്യത എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എന്നെ മാത്രമല്ല എന്നെപ്പോലുള്ള ആളുകളെ ഒരുപാട് വേദനിപ്പിച്ചു. 100 തവണ അപ്പീൽ കൊടുത്താലും അയാളെ തിരിച്ചെടുക്കില്ല. അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് വീണ്ടും പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ നിങ്ങളോട് പറയാൻ താല്പര്യമില്ല എന്നാണ്. സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹം ഏറ്റവും നിരുത്തരവാദപരമായ ഏറ്റവും ബാലിശമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. അദ്ദേഹം പറയേണ്ട മറുപടി ഇത്രയേ ഉള്ളൂ, അത് ജില്ലാ കമ്മിറ്റി പരിശോധിക്കും എന്നൊരു വാക്ക് പറഞ്ഞതാണെങ്കിൽ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുമില്ല, അല്ലെങ്കിൽ പാർട്ടി അനുഭാവിത്വത്തിൽ നിന്ന് പുറത്തുമില്ല. ഞാൻ പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തു പോയതല്ല, എന്നെ പുറത്താക്കിയതാണ്. തിരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ 12-13 കൊല്ലം കാത്തിരുന്നിട്ടാണ് ഞാൻ പിന്നെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു തീരുമാനത്തിൽ എടുക്കേണ്ടി വന്നു. ഞാൻ 13 വർഷം ഈ പാർട്ടി അനുഭവമായിട്ട് അച്ചടക്കത്തോടെ നിൽക്കുകയായിരുന്നു. എൻ്റെ നോട്ടത്തിലോ എൻ്റെ ഭാവത്തിലോ ഈ പാർട്ടിക്ക് ദോഷം വരരുതെന്ന് അന്ന് വരെ ഞാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു. CPM വിടുന്നതിന് മുൻപ് VSന്റെ കുടുംബവുമായി അങ്ങ് ആലോചന എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി മാറുന്ന ഘട്ടത്തിൽ? ഇല്ല, ഞാൻ ആരോടും ആലോചിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് എന്നെ വേദനിപ്പിച്ച ആ പ്രസ്താവന അദ്ദേഹം നടത്തുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ് കോൺഗ്രസ് അനുഭാവത്വത്തിലേക്ക് പോകുക എന്നുള്ളതും UDFൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതും ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്. അവരിങ്ങനെ ഒരു കാര്യം എന്നോട് സംസാരിച്ചിരുന്നു. നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം സംസാരിച്ചിരുന്നു. ഞാൻ അപ്പം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, ആലോചിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ഗോവിന്ദമാഷ്ട ഈ പ്രസ്ഥാനോടുകൂടി ഞാനത് പൂർണ്ണമായി ആ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്ന അവരുടെ നിർദ്ദേശത്തെ ഞാൻ അംഗീകരിക്കുകയാണ് ചെയ്തത്. ആരോടും ഞാൻ ആലോചിച്ചിട്ടല്ല, സ്വയം തീരുമാനിച്ചാണ്. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തോറ്റ് CPM നിലയില്ലാ കയത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇനിയും മുങ്ങിത്താഴുമോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. CPMനെതിരെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വലിയ പ്രധാനപ്പെട്ട കേസുകൾ കൂടിയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമാകട്ടെ, നവീൻ ബാബുവിൻ്റെ കേസാകട്ടെ, രക്ഷാപ്രവർത്തന കേസാകട്ടെ, അങ്ങനെ ഓരോന്നോരോന്നായി വരാൻ പോവുകയാണ്. ഇത് ഇനി എന്തായിരിക്കും ഇനി പാർട്ടിയിൽ സംഭവിക്കാൻ പോവുക? അല്ല, ഇതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള വിഷയങ്ങൾ നേരിട്ടൊരു പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് CPIM. പക്ഷേ അന്നൊക്കെ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു, ദൈക്ഷണിക നേതൃത്വം ഉണ്ടായിരുന്നു. ഇതിൽ നേരിടാൻ, വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമായൊരു നേതൃത്വം ഉണ്ടായിരുന്നു. ഇപ്പോൾ നേതൃത്വം ഉണ്ടോ? ആലോചിച്ച് നോക്കുക. ഗോവിന്ദമാഷ്ടയുടെ പത്രസമ്മേളനം കഴിഞ്ഞാൽ അപ്പോൾ 10,000-കണക്കിന് ആളുകൾ അനുഭവത്തിൽ നിന്ന് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ലീഡർഷിപ്പ് എവിടെയാണ് ഈ പാർട്ടിയിൽ? ആരെയാണ് സെക്കൻഡ് ലീഡർഷിപ്പായി കൊണ്ടുവന്നിരിക്കുന്നത്? ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഈ നേതൃത്വത്തിൽ വിശ്വാസമില്ല, പണികൾക്ക് നേതൃത്വത്തിൽ വിശ്വാസമില്ലാതായ ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു. അത് വളരെ കഠിനമായിട്ടുള്ള തെറ്റുതിരുത്തൽ നടത്തിയാൽ മാത്രമേ ഈ പാർട്ടിക്ക് ഇനി തിരിച്ചു വരാൻ കഴിയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ സമയത്ത് തന്നെ സ്വയം വിമർശനങ്ങൾ കൃത്യമായി പാർട്ടി അംഗങ്ങൾക്ക് പറയാം. അത് ബ്രാഞ്ച് തലം മുതൽ ലോക്കൽ തലം മുതൽ തന്നെ സ്വീകരിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോലും വിമർശനങ്ങൾ ഉയർത്തുന്ന ആൾക്കാർക്ക് നേരെ അവർക്കെതിരെ നടപടിയെടുക്കുകയാണ് പാർട്ടി, അല്ലെങ്കിൽ അവർക്ക് നേരെ വാളോങ്ങുകയാണ് പാർട്ടി. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു സ്വയം വിമർശനം പലപ്പോഴും ഉയർത്താൻ കഴിയുന്നില്ല എന്നുള്ള സ്ഥിതി ഇപ്പോഴും പാർട്ടിയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ലേ ഉള്ളത്? അല്ല, ഇപ്പം നേരത്തേനേക്കാളും കഴിഞ്ഞ കുറച്ച് കാലമായിട്ടില്ലാതിരുന്നൊരു പുതിയ പ്രവണത, വിമർശിക്കാൻ ആളുകൾ തുടങ്ങി. ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കുറേ വിമർശനം നടത്തി, നിങ്ങളൊക്കെ ഉൾപ്പെടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ ജില്ലാ കമ്മിറ്റികളിൽ വിമർശനം ഉണ്ടായെന്ന് പറയുന്നു, ഏരിയ കമ്മിറ്റിയിൽ വിമർശനം ഉണ്ടായെന്ന് പറയുന്നു. ഇതപ്പോൾ ലോക്കൽ കമ്മിറ്റികൾ കൂടാൻ പോകണം, അവിടെ വിമർശനം ഉണ്ടായെന്ന് പറയുന്നു. ഈ വിമർശനങ്ങൾ നല്ലതാണ്, പക്ഷെ അത് എത്രത്തോളം ഈ പാർട്ടിയിൽ വിമർശനങ്ങൾ കേട്ടുകൊണ്ട്
ആ വിമർശനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ പാർട്ടി എത്രത്തോളം തെറ്റുതിരുത്തൽ നടത്തുമെന്നുള്ളത് ഒരു സംശയം പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.